നുണകൾ എങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വി കെ പ്രശാന്തിൻ്റെ MLA ഓഫീസ് വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ MLA-മാർക്ക് പ്രതിമാസം 25,000 രൂപ അലവൻസായി നൽകുന്നുവെന്നാണ് സംഘപരിവാറിൻ്റെ കള്ളപ്രചാരണം. എന്നാൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ കേരളത്തിലെ CPIM നേതാക്കൾ പ്രതികരിക്കേണ്ടതില്ലെന്ന് കർണാടക CPIM അറിയിച്ചു എന്ന വ്യാജ വാർത്ത ഒരു പ്രമുഖ വാർത്താ ചാനൽ പുറത്തുവിട്ടു. രണ്ടിൻ്റെയും വസ്തുത എന്താണെന്ന് മന്ത്രി പി രാജീവ് തൻ്റെ പോസ്റ്റിലൂടെ തുറന്ന് കാണിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ചേരുകയാണ്. മനു, ഒരു കള്ളം പലതവണ ആവർത്തിച്ച് ശരിയാണെന്ന് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്ന ഒരു ശൈലി സംഘപരിവാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ ഈ ഒരു സമീപനം ഭയങ്കരമായി സ്വീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വി കെ പ്രശാന്തിൻ്റെ കാര്യത്തിൽ അത്തരമൊരു സമീപനമാണ്. 25,000 രൂപ മേടിക്കുന്നു, 800 രൂപ അടയ്ക്കുന്നു, ബാക്കി മുഴുവൻ കട്ടെടുക്കുന്നു. പെരുങ്കള്ളനാണ് വി കെ പ്രശാന്ത് എന്നാണ് ഈ സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകൾ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കാൻ, മനസ്സിലാക്കിയെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ഒരിക്കലും ഈ സംഘപരിവാർ സംഘം തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വശമാണ്. ഈ ബത്സ്യം തന്ത്രമാണ് അവർ എല്ലാ കാലവും സ്വീകരിക്കുന്നത്. മനു, പി രാജീവ് എന്തൊക്കെയാണ് പറയുന്നത്? തീർച്ചയായും ഷമി, ഈ രണ്ട് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നുണ എന്നൊരു ടൈറ്റിലിൽ പി രാജീവ് എന്തൊക്കെയാണ് അതിൻ്റെ വസ്തുതകൾ, യാഥാർത്ഥ്യമെന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കുന്നത്. രണ്ട് കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആർ ശ്രീലേഖ, ശാസ്തമംഗലം വാർഡ് കൗൺസിലറായ ആർ ശ്രീലേഖ വി കെ പ്രശാന്ത് MLA-യോട് MLA ഓഫീസ് കെട്ടിടം അവിടെ നിന്ന് ഒഴിയണം, കോർപ്പറേഷൻ ബിൽഡിംഗിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞതിൽ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ BJP വല്ലാതെ ബാക്ക് ഫുട്ടിലായിരുന്നു. ഒരു കൗൺസിലർക്ക് അത്തരത്തിൽ MLA-യോട് MLA ഓഫീസ് ഒഴിയണമെന്ന് പറയാൻ എന്താണ് അധികാരം എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുന്ന സമയത്താണ് അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വി കെ പ്രശാന്തിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ വളരെ കൃത്യമായ ഒരു നുണ അവിടെ പ്രചരിപ്പിക്കുന്നത്. അതിങ്ങനെയാണ് നുണ. അതായത് ഒരു മാസം ഈ മണ്ഡലം അലവൻസ്, അതായത് ഈ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങളുടെ അലവൻസായി 25,000 രൂപ MLA വാങ്ങുന്നുണ്ട്. പിന്നെ എന്തിനാണ് 832 രൂപ മാത്രം വാടക കൊടുത്തുകൊണ്ട് ഈ കോർപ്പറേഷൻ ഓഫീസിൽ ഇരിക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു നുണയായി സംഘപരിവാർ ഉന്നയിക്കുന്നത്. എന്നാൽ അതിൻ്റെ വസ്തുത എന്താണ്? അത്തരത്തിൽ 1 രൂപ പോലും ഈ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അലവൻസായിട്ട് സംസ്ഥാനത്തെ ഒരു MLA-മാരും വാങ്ങുന്നില്ല എന്നതാണ് അതിൻ്റെ സത്യവും വസ്തുതയും എന്ന് പറയുന്നത്. വളരെ കൃത്യമായി പി രാജീവ് അത് തൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശമ്പളവും അലവൻസും MLA-മാർക്ക് നൽകുന്ന നാടുകളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. മാസ അലവൻസും മണ്ഡല അലവൻസും യാത്രാ അലവൻസും ടെലിഫോൺ അലവൻസും ഇൻഫർമേഷൻ അലവൻസും മറ്റ് അലവൻസുകളെല്ലാം ചേർത്ത് 70,000 രൂപയാണ് അവർക്ക് ആകെ ലഭിക്കുന്നത്. അതിൽ നിന്ന് എല്ലാം എടുക്കണം. അതായത് മണ്ഡലത്തിലെ യാത്രാക്കൂലി എടുക്കണം, അവരുടെ സ്റ്റാഫുകളുടെ നോക്കാനുള്ള പൈസ എടുക്കണം, മറ്റു കാര്യങ്ങൾ എല്ലാം എടുക്കണം ഈ 70,000 രൂപയിൽ നിന്ന്. അതിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരു ശമ്പളം എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ തുച്ഛമായ ഒരു തുക മാത്രമാണ് എന്നതാണ് അതിൻ്റെ വസ്തുത. അതങ്ങനെ നിൽക്കുമ്പോഴാണ് സംഘപരിവാർ പറയുന്നത് 25,000 രൂപ MLA ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നൽകുന്നുണ്ട് എന്ന പച്ചക്കള്ളം പറഞ്ഞു വിടുന്നത്. ഇതൊരു കുഴപ്പമെന്നറിയോ ഷമി? ഈ സംഘപരിവാറിൻ്റെ ഈ നുണ ഇപ്പോൾ ലോകം മുഴുവൻ ഇത് ചുറ്റി സഞ്ചരിക്കുകയാണ്. അത് കുറേ ആളുകൾ അത് വിശ്വസിച്ചിട്ട് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറേ ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ട്. നോക്കൂ, ഇത്രയും കാലം തീർച്ചയായും മനു, അത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. അതായത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായ ഒരു വിലയിരുത്തലിനോ അല്ലെങ്കിൽ വസ്തുത തേടി പോകുന്നവരെയോ അല്ല അവർ ലക്ഷ്യമിടുന്നത്. കുറച്ച് സാധാരണപ്പെട്ട മനുഷ്യർ അവരിത് കാണുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തോന്നുമല്ലോ, 25,000 രൂപ വാങ്ങിയിട്ട് വെറും 800 രൂപ വാടക കൊടുത്ത് അവിടെ ഇരിക്കുകയല്ലേ ഈ പ്രശാന്ത് എന്നല്ലേ ധരിക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. തീർച്ചയായും അത് തന്നെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നു. ഇതിനു മുൻപ് ഇത് ലോകം മുഴുവൻ ഈ നുണ സഞ്ചരിച്ചു കഴിഞ്ഞു. കുറേ ആളുകളെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ടാകാം, ഉറപ്പാണ്, അതൊരു സംശയം വേണ്ട. അവരുടെയൊക്കെ മുൻപിൽ വി കെ പ്രശാന്ത് മോശക്കാരനായി മാറിയില്ലേ? അവിടെയാണ് സംഘപരിവാറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തതും. ഒരു വിവാദത്തിലും ഇടം പിടിക്കാതെ തൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കി വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി നിൽക്കുന്ന ഒരു MLA-ആണ് വി കെ പ്രശാന്ത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരിക്കില്ല ആർക്കും. ആ പ്രശാന്തിനെ നോക്കൂ, വളരെ തന്ത്രപരമായ ഒരു വിവാദത്തിലേക്ക് അവർ കുരുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നുണപ്രചരണത്തിലൂടെ അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ കണ്ടത്. പി രാജീവ് അത് വളരെ വിദഗ്ധമായി തന്നെ വിശദമായി തന്നെ അത് തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി MLA-മാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ MLA-മാരുടെ കണക്കെടുക്കാം. അതിൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ഈ സ്ഥലങ്ങളിലൊക്കെ 2 ലക്ഷത്തോളം രൂപയാണ് ഓരോ MLA-മാർ വാങ്ങുന്നത്. ഓർക്കണം, ഇവിടെ ഒരു മന്ത്രിക്ക് തന്നെ 1 ലക്ഷം താഴെയാണ്. മനു, അതിൽ മനു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യം ഈ ആർ ശ്രീലേഖ ചെന്ന് പിന്നെ വി കെ പ്രശാന്തിനെ ഇറക്കി വിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഓഫീസിൽ നിന്ന് മാറിത്തരണം എന്ന രീതിയിൽ ഒരു ചെറിയ വിരട്ട് എടുത്ത്
പ്രശാന്തിൻ്റെ അടുത്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത് തിരിച്ചടിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത ഐറ്റവുമായി രംഗത്തിറങ്ങിയത്. 800 രൂപ കൊടുക്കുന്നു, 25,000 വാങ്ങുന്നു എന്ന പുതിയ നറേറ്റീവുമായി രംഗത്തിറങ്ങുന്നത്. എന്ത് കള്ളത്തരവും പറയാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടരാണിവർ. ആർക്കെതിരെയും എന്തും പ്രചരിപ്പിക്കാൻ. അങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചാണ് UP-യിലടക്കം ചെറിയ കലാപങ്ങൾ ഉണ്ടാക്കി അവസാനം അവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവർ വന്നത്. അത്തരത്തിൽ ഏത് നികൃഷ്ടമായ പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാണ് ഈ സംഘപരിവാർ. തീർച്ചയായും വലിയ സംശയമില്ല, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ BJP-ക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു MLA-യോട് അവർക്ക് ഈ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ കേരളത്തിന്റെ ഭാഗ്യം കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് MLA കേരളത്തിലില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കൂടി മുന്നിലുണ്ട്. അതങ്ങനെ നിൽക്കുകയാണ് ഷമി. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് രാജ്യത്തെ പി രാജീവ് അത് വളരെ വ്യക്തമായി പറയുന്നു, രാജ്യത്തെ ഏറ്റവും കുറവ് ശമ്പളം MLA-മാർക്ക് കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഉത്തർപ്രദേശ് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും അതായത് രാജസ്ഥാൻ ആണെങ്കിലും കർണാടകയാണെങ്കിലും ഒപ്പം തന്നെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും 2 ലക്ഷത്തോളം രൂപ MLA-മാർക്ക് മാത്രം ലഭിക്കുന്നുണ്ട്. ഇവിടെ മന്ത്രിമാർക്ക് പോലും 1 ലക്ഷത്തിൽ താഴെയാണ് ശമ്പളം ലഭിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി പി രാജീവ് പറയാത്തൊരു കാര്യം കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാം. അതായത് ഈ സംഘപരിവാറിന്റെ ഈ മെഗാഫോണിന് ആ മെഗാഫോണിലൂടെ അനൗൺസ്മെന്റ് നടത്തുന്ന ആരാണ്? അത് കോൺഗ്രസ് ആണ്. നോക്കൂ, അതിനെ എടുത്തു പറയുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ആരാണ്? ശബരിനാഥനാണ്. ശബരിനാഥൻ പറയുന്നത് എന്താണ്? MLA ഹോസ്റ്റലിലെ മുറിയിലേക്ക് മാറണമെന്നാണ് ശബരിനാഥൻ പറയുന്നത്. അങ്ങനെ MLA ഹോസ്റ്റലിലെ മുറിയിലേക്ക് ഒരു മണ്ഡലത്തിലെ MLA-ക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത് 140 MLA-മാർക്കും അനുവദിച്ചിരിക്കുന്ന ഹോസ്റ്റലാണ്. അവിടെ തീർച്ചയായും മനു അത് തന്നെയാണ്. അതായത് ഈ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന അതേ നുണപ്രചരണത്തിന്റെ അത് ഏറ്റുപറയുക. ഈ പറയുന്ന ശബരിനാഥൻ അറിയാം MLA ഹോസ്റ്റലിൻ്റെ പരിമിതികൾ എന്താണെന്നും അവിടേക്ക് കടന്നു പോകാൻ സാധാരണപ്പെട്ട മനുഷ്യർക്കുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതൊക്കെ അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്കിൽ പോലും എങ്ങനെ VK പ്രശാന്തിനെ ഈ പറയുന്ന തരത്തിൽ ഒന്ന് അപമാനിക്കാം എന്ന ഉദ്ദേശത്തിന് കൂട്ടുനിൽക്കുകയാണ് ഈ ശബരിനാഥ് ചെയ്യുന്നത്. ശബരിനാഥിൻ്റെ ഈ പറയുന്നത് പോലെ ഉള്ള പിന്തുണ കൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ നാട്ടുകാർ വീട്ടിലിരുത്തിയത്. എന്തായാലും പ്രശാന്തിനെ ജനങ്ങൾ തുടർച്ചയായി ജയിപ്പിക്കുന്നത് ഈ പറയുന്ന ജനങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ്. അതെങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ പ്രശാന്തിൻ്റെ ഇമേജ് ഇല്ലാതാക്കാം, ഈ പണിക്ക് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, മുരളീധരനും ശബരിനാഥും അടക്കമുള്ളവർ. തീർച്ചയായും അത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മറ്റത്തൂരിലൊക്കെ നമ്മൾ കണ്ടതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്കതിനെ കൂട്ടിയാൽ മതി. ഇവിടെ ശബരിനാഥ് അടക്കമുള്ളവർ BJP-യുടെ വാദങ്ങൾക്ക്, അതായത് ശ്രീലേഖയുടെ വാദങ്ങൾക്ക് BJP നൽകുന്നതിനേക്കാൾ വലിയ പിന്തുണ നൽകുകയാണ് ശബരിനാഥ് അടക്കമുള്ളവർ ചെയ്തത്. അത് കേരളം തുറന്നു കാണേണ്ടതാണ്. ഒരു വസ്തുത ഇങ്ങനെയാണ്, ഒരു കാരണവശാലും 25,000 രൂപ അലവൻസ് കേരളത്തിൽ MLA-മാർക്ക് അവരുടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന് ഷമയന്റെ രണ്ടാമത്തെ കാര്യം മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാണിക്കുന്നത്, കർണാടകയിലെ ബുൾഡോസർ രാജ് നമുക്കറിയാമല്ലോ, കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസർ രാജ്. ആ ബുൾഡോസർ രാജ് ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നതും എങ്ങനെയാണ്? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതോടെ നിങ്ങൾ കാണിച്ചത് തെറ്റാണ്, അവിടുത്തെ മനുഷ്യർക്ക് പുനരധിവാസം ഒരുക്കണം എന്ന അഭിപ്രായം പറഞ്ഞതോടുകൂടിയാണ് CPIM നേതൃത്വം ഇടപെട്ടതോടുകൂടിയാണ് റഹീം MP അവിടെ ചെന്നതോടുകൂടിയാണ് ആ വിഷയം പുറലോകം അറിയുന്നതും വലിയ ചർച്ചയാകുന്നതും കോൺഗ്രസിന് മുഖം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതാ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകുകയാണ്. എന്താണ് ആ വാർത്ത? കേരളത്തിലെ CPIM നേതാക്കൾ കർണാടകയിലെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെട്ടത് കർണാടകത്തിലെ CPIM-ന് അത്ര ദഹിച്ചില്ല. അത് പ്രശ്നമാണ്, അവർക്ക് വലിയ അതൃപ്തിയാണ്, അത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് കാര്യങ്ങൾ അകന്നു പോകാൻ കാരണമാകുമെന്ന് കർണാടകത്തിലെ CPIM വിലയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ ചാനലും അവരുടെ പത്രവും നൽകുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കർണാടകത്തിലെ CPIM അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അവർക്ക് അതിലൊരു വിഷയമില്ല. കാരണം വെച്ചാൽ അവിടെ ആദ്യം ഓടിയെത്തിയത്, ഈ പ്രശ്നം പറഞ്ഞ അവിടെ ആദ്യം ഓടിയെത്തുന്നത് കർണാടകത്തിലെ CPIM നേതാക്കളും CPIM കമ്മിറ്റിയുമാണ്, ജില്ലാ കമ്മിറ്റിയുമാണ്. അതിനുശേഷമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ അങ്ങോട്ടേക്കുള്ള വരവും വരുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി വളരെ കൃത്യമായി അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഡെലിഗേഷൻ MP-യുടെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ സംഘടനാപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് റഹീം MP അടക്കമുള്ളവർ അവിടെ ചെല്ലുന്നത്. അതാണ് വസ്തുത എന്നിരിക്കെ ഈ മാധ്യമം, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ വളരെ വേഗത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നു. ഇത് കർണാടകയിലെ CPIM-ന് അതൃപ്തി. ആ വാർത്തയ്ക്ക് ആധാരമായ സോഴ്സ് എന്താണ്? അത് ആരിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്? നിങ്ങൾ ആരോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത എഴുതിയത് എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല എന്നതാണ് സത്യം. അവർ പറയുന്നത് ഹിന്ദുവിന്റെ വാർത്തയിൽ നിന്നാണ് ഞങ്ങൾ ഇത് എടുത്തതെന്നാണ്. ഹിന്ദുവിന്റെ ഓഫീസിൽ നിന്നല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർ സ്വന്തം നിലയിൽ വാർത്ത എടുക്കേണ്ടതല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത കാണുമ്പോൾ കർണാടകത്തിലെ CPIM നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായമെങ്കിലും തേടേണ്ടതല്ലേ? അതൊന്നുമില്ലാതെ വാർത്ത കൊടുത്തിട്ട് ഞങ്ങൾ ഹിന്ദുവിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണം ചമയ്ക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ വളരെ കൃത്യമായി ഒരു മനു അതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് വിഷയം വന്നാലും അതിൻ്റെ അകത്തൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് യലഹങ്കയിൽ ഈ പറയുന്ന ഏതാണ്ട് 100-200ഓളം മുസ്ലിം കുടുംബങ്ങളെ ഒരു രാത്രി ഒഴിപ്പിച്ച് അവരെ വഴിയാധാരമാക്കിയപ്പോൾ അവർക്ക് ആ വേദന വരുന്നില്ലല്ലോ മനു.
അവിടെ ആ മുസ്ലിം വേദന വരുന്നില്ലല്ലോ. അവിടെ വളരെ കൃത്യമായി കോൺഗ്രസിന് കൊട പിടിച്ചു കൊടുക്കുന്ന പണിയല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമി എടുക്കുന്നത്. അതുകൂടിയുണ്ടല്ലോ ഈ വാർത്തയിൽ. CPIM അവിടെ ഇടപെട്ടത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയല്ലേ ഈ വാർത്തയിലൂടെ മീഡിയ ഓൺ ചെയ്തിരിക്കുന്നത്. യലഹങ്ക ബുൾഡോസർ രാജ്, കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ വേണ്ടെന്ന് കർണാടക CM എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ കർണാടകത്തിലെ CPIM നേതൃത്വത്തിന് ആ വിഷയത്തിൽ ഒരു അതൃപ്തിയുമില്ല. ഇന്നലെ നോക്കൂ, രാജ്യം ശ്രദ്ധിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തിയതിന് അവസാനം അവിടുത്തെ പാർട്ടി നേതൃത്വത്തിന് ഒരു കുറിപ്പിറക്കേണ്ടി വരികയാണ്. കേരളത്തിൽ നിന്നുള്ള പാർട്ടി നേതാക്കൾ ഇവിടെ വന്ന് ഇടപെട്ടതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നൊരു കുറിപ്പിഴക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഈ കള്ളവാർത്തകൾ അവരെ എത്തിപ്പിക്കുകയാണ്. ഇതാണ് മന്ത്രി പി രാജീവ് വളരെ കൃത്യമായി ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ എന്താ പറയുക, ഈ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും ഗുണലോകം ചുറ്റും പറഞ്ഞിട്ടില്ലേ, അതിന്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ രണ്ട് വാർത്തകളോട് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഖേദം പ്രകടിപ്പിച്ച് ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണമെന്നാണ് മന്ത്രി പി രാജീവ് ഏതായാലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഖേദപ്രകടനമൊന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ നുണ പ്രചരിപ്പിക്കുന്നതിൽ അതിപ്പോൾ സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്നവരായിക്കോട്ടെ, ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെക്കണം മനു. കാരണം എല്ലാ കാര്യത്തിലും സത്യം അന്വേഷിച്ചു പോകുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ 25,000 രൂപ MLA-മാർക്ക് ഇത്തരം ഒരു ഓഫീസ് അലവൻസ് ഉണ്ടോ എന്നുകൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കില്ലേ? അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുമല്ലോ. സ്പീക്കർ അടക്കം, നമ്മുടെ നിയമസഭാ സ്പീക്കർ അടക്കം നമ്മുടെ മാധ്യമങ്ങൾക്ക് വളരെ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടല്ലോ. ഒരു വാക്ക് ചോദിച്ചാൽ മതിയല്ലോ. അല്ല, അങ്ങനെ ചോദിച്ചാൽ സത്യം പുറത്തു വരികയില്ലേ? അപ്പോൾ ഈ പറയുന്നത് പോലെ പുകമറയിൽ നിർത്താൻ കഴിയുകയില്ലല്ലോ VK പ്രശാന്തിനെ. അതാണ് അതിന്റെ സത്യം എന്ന്. അതുകൊണ്ടാണ് അതിന് മെനക്കെടാത്തത് ആരും. ഇത് ആര് വിചാരിച്ചാലും അനായാസം കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഷമി, ഏതായാലും നമുക്ക് പൊതുസമൂഹത്തിൽ പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 25,000 രൂപ അത്തരത്തിൽ ഒരു മണ്ഡല അലവൻസും നൽകുന്നില്ല എന്നതാണ് വസ്തുത. ആകെ 70,000 രൂപയാണ്. അതിനകത്ത് സകലമാന ചെലവുകളും എടുത്തോണം. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ O രാജഗോപാൽ സംസ്ഥാനത്ത് BJPക്ക് ഉണ്ടായ ഏക MLA ആയിരുന്നു. O രാജഗോപാൽ BJPയുടെ ഒരു പാർട്ടി ഓഫീസിന്റെ ഓരത്താണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ MLA ഓഫീസ് പ്രവർത്തിപ്പിച്ചിരുന്നത്. സംഘപരിവാർ ഇപ്പോൾ പറയുന്ന ന്യായം അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന MLA ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കിട്ടിയ തുക അദ്ദേഹവും പോക്കറ്റിലാക്കി കാണുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വല്ല മറുപടി ഉണ്ടോ എന്നതിൽ ഒന്ന് വിശദീകരണം കിട്ടേണ്ടതാണ്. മറ്റൊരു കാര്യം ശബരിനാഥനെ കുറിച്ചാണ്. ശബരിനാഥൻ MLA ആയിരുന്ന സമയത്ത് ഈ പറയുന്ന MLA ഹോസ്റ്റലിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം പറയുന്ന ന്യായം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് അരുവിക്കരയിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, നേരെ ഇവിടെ വന്ന് പ്രവർത്തിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അതും ഒന്ന് വിശദീകരിക്കണം. എന്തുകൊണ്ടാണ് ശബരിനാഥൻ അന്ന് അരുവിക്കരയിൽ ഓഫീസ് പ്രവർത്തിപ്പിച്ചതും MLA ഹോസ്റ്റലിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാതിരുന്നതും? അതുകൂടി ശബരിനാഥന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം കൂടി കേൾക്കേണ്ടതുണ്ട്. അത് കേട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഷമി. ഏതായാലും നുണകൾ ഇങ്ങനെ പടച്ചുവിടുന്നു സംഘപരിവാർ ഫാക്ടറികൾ. അതിന് കോൺഗ്രസ് നേതൃത്വം കുട പിടിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുന്നു. മറ്റത്തൂരിൽ നമ്മൾ കണ്ടത് എന്താണോ, പാർലയിൽ നമ്മൾ കണ്ടത് എന്താണോ, ഇതൊക്കെ സംസ്ഥാനത്തുടനീളം വ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതിനപ്പുറമുള്ള കാഴ്ചകൾ കാണേണ്ടി വരും എന്നതാണ് ഈ രണ്ട് വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഈ ഒരിടത്ത് BJP പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, മറുഭാഗത്ത് കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുന്നു. BJP പ്രതിക്കൂട്ടിലാകുമ്പോൾ അവിടെ സംഘപരിവാറിന്റെ നുണ ഫാക്ടറികൾ വ്യാജ പ്രചരണവുമായി ഇറങ്ങുന്നു. കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുമ്പോൾ അവിടെ മൗദൂദിസ്റ്റുകൾ അടക്കമുള്ള നുണ ഫാക്ടറികൾ അവരുടെ കള്ളപ്രചരണവുമായി രംഗത്തിറങ്ങുന്നു. ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതാണ് മന്ത്രി പി രാജീവ് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘപരിവാർ ഉയർത്തുന്ന വാദങ്ങൾക്ക് പിന്തുണ നൽകാൻ ഒന്നാമതായും രണ്ടാമതായും ഇറങ്ങുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ളതാണ്. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനം പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. അതിൻ്റെ ഭാഗമായി നിരന്തരമായി കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. മന്ത്രി പി രാജീവ് ഇത് സംബന്ധിച്ച് ഇന്ന് ഫേസ്ബുക്കിൽ വളരെ വിശദമായി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മനുവാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്.